കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് വിവരം ലഭിച്ചു. 2 മാസങ്ങൾക്കിടയിൽ നിരവധി തവണ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ഡോക്ടർ ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരമുള്ളതാണോ എന്നും പോലീസ് പരിശോധിക്കാൻ നീക്കം. അരുൺ രാജ് ചേരുന്നു നമുക്കിപ്പം കൊല്ലത്ത് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇങ്ങനെ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചു തന്നെയാണ്, ഒരു ഡോക്ടർ രാസലഹരിക്ക് അടിമയാണെന്ന വിവരം ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ഈ മദ്യപാനിയാണെന്ന വിവരം തന്നെ പുറത്തു വന്നതിന് പിന്നാലെ വലിയ തോതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതികൾ സ്ഥിരമായി രാസലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന വിവരം ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 2 മാസത്തിനിടയിൽ നിരവധിയായ തവണ ഈ 2 പ്രതികളും രാസലഹരി ഉപയോഗിച്ചതായി പോലീസിന് ഇതിനോടകം തന്നെ വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഈ രക്തസാമ്പിൾ എടുത്തപ്പോൾ ഇതിൽ രാസലഹരിയുടെ സാന്നിധ്യം കൂടി കണ്ടെത്താനുള്ള പരിശോധന വേണമെന്ന ആവശ്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ പോലീസിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. ഈ പ്രതികൾ സ്ഥിരമായി രാസലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും, അത് ഈ പ്രതികളുടേതായ ചില വാട്സപ്പ് ചാറ്റുകളും അടക്കമുള്ള വിവരങ്ങളാണ് പോലീസ് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിലുള്ള ആഴത്തിലുള്ള പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. രാസലഹരി എവിടെ നിന്നാണ് ഇവർക്ക് ലഭിച്ചത്, ഇത് അജ്മലാണ് കൊണ്ടുവന്ന് ഈ ഡോക്ടർക്ക് നൽകുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാകും ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ശ്രീകുട്ടിയുടെ ബിരുദം അത് ഒറിജിനലാണോ, അത് അംഗീകാരമുള്ളതാണോ എന്ന പരിശോധനയാണ് ഇനി നടത്താൻ പോകുന്നത്. സേലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അത് ശ്രീകുട്ടി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ അന്വേഷണ ചുമതലയുള്ള CAക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അംഗീകാരം ലഭിച്ചു. ട്രാവൻകൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതെങ്ങനെയാണ് പിന്നീട് ഈ സർട്ടിഫിക്കറ്റിന് അംഗീകാരം ലഭിച്ചത് എന്നീ കാര്യങ്ങളിൽ വിശദമായ പരിശോധന ഉണ്ടാകും. ശ്രീകുട്ടി ഇത്തരമൊരു ക്രിമിനൽ കേസിൽ പെട്ടതായുള്ള വിവരം ആരോഗ്യവകുപ്പിനെ റിപ്പോർട്ടായി നൽകാനും പോലീസ് നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കേസിനപ്പുറം ചില വിവരങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഇപ്പോൾ മുതിരുന്നത്. ഈ കേസിൽ ഡോക്ടർ എന്ന പരിഗണന ശ്രീകുട്ടി കിട്ടാതിരിക്കാൻ ഉള്ള നടപടികൾ കൂടി പോലീസിന്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട സമീപനമല്ല ശ്രീകുട്ടിയുടെ ഭാഗത്തുനിന്ന് ആ അപകട സമയത്ത് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ. എന്തായാലും പ്രതികൾ രാസലഹരിക്ക് അടിമകളായിരുന്നു, സ്ഥിരമായി ഇവർ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നുള്ള ഉറച്ച വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പോലീസ് ഇന്ന് നടത്താൻ പോകുന്നത്. ഓക്കെ, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ്. കാരണം ഇത്തരം MBBS പോലെയുള്ള ബിരുദങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളുകൾ ഇത്തരം ലഹരിക്ക് അടിമയാകുന്നു എന്നുള്ളത് നടക്കുന്ന വാർത്ത തന്നെയാണ്. ഇവരെ വിശ്വസിച്ചിട്ടാണ് രോഗികൾ ചികിത്സയ്ക്കായി പോകുന്നതും. കാരണം ഈ നാട്ടുകാർ മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും ഈ വാഹനം ഇടിച്ച് കിടക്കുന്ന യുവതിയുടെ മുകളിലൂടെ കാറ് കയറ്റരുത്, വണ്ടി ഓടിക്കരുത്, വണ്ടി എടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും വണ്ടി എടുക്കാൻ ഈ ഡോക്ടർ പറഞ്ഞു, ശ്രീകുട്ടി പറഞ്ഞു എന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ലഹരിക്കൊക്കെ അടിമയായിട്ടാണോ ഇതൊക്കെ പറയുന്നത്? കാരണം ഒരു ഡോക്ടർ മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നവരാണ് ഈ ഡോക്ടേഴ്സൊക്കെ തന്നെ. ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അത് അതീവ സങ്കടകരമാണ്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.